ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം റീറ്റെയിൽ ടെർമിനോളജി എന്നൊരു ഭാഗമാണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റീറ്റെയിൽ ടെർമിനോളജി. ഓക്കെ, പാർട്ട് 13 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീറ്റെയിൽ ടെർമിനോളജിയിൽ ABV ബാർകോഡിനെ പറ്റി, B2B നമുക്കറിയാം, B2B അല്ലേ, ബിസിനസ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് അല്ല, ബിസിനസ് ഡീലർ ആൻഡ് കസ്റ്റമർ ഒക്കെ അറിയാം, നമ്മൾ പഠിച്ചതാണ്. B2B, GAD, ഗാർഡ് ഷീറ്റ്, GKM, ഹൈപ്പർ ബിൻസ് ആൻഡ് KVI, ദെൻ MRP വില, അതായത് MRP എല്ലാവർക്കും അറിയാം, MMS ആൻഡ് MSF ആൻഡ് ട്രഷർ ആൻഡ് OTP. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഞെട്ടോ അറിയില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അത്ഭുതം ഉണ്ടോ, ഇതെന്താ സംഭവങ്ങൾ എന്നൊക്കെ ആലോചിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് എന്താ ഒബ്ജക്റ്റീവ്സ് മിസ് വായിച്ചു തരാം. ആഫ്റ്റർ സ്റ്റഡിയിങ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു familiarize with these terms, apply each terminology of retail operations. ഈ ഓരോ ഇതിനെന്താ നമ്മൾ പറയുക, ഇപ്പം അപ്ലൈ, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, ഫോർ റീറ്റെയിൽ ഓപ്പറേഷൻസ്. റീറ്റെയിൽ ബിസിനസ്സായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സുകളും കോഡ് ഭാഷകളുമാണ്. ലാംഗ്വേജസ് ഓഫ് കോഡ് ഭാഷയാണ് ഈ ഒരു ABV ബാർകോഡൊക്കെ. അതാണ് ഇതിൽ ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, ഇതിൽ ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചില്ല. റീറ്റെയിൽ ഇൻഡസ്ട്രി ഈസ് വെരി ബിഗ് ഇൻ സൈസ് ആൻഡ് ദർ ആർ മെനി ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് റീറ്റെയിൽ സ്റ്റോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഫുഡ് റീറ്റെയിൽ സ്റ്റോർ, ഫർണിച്ചർ റീറ്റെയിൽ ഷോപ്പ്. അതായത് നമുക്കറിയാം റീറ്റെയിൽ ടെർമിനോളജി, ഇതിൽ നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രി വളരെ ബിഗ്ഗാണ്, നമുക്കറിയാം, സ്മോൾ അല്ല, ബിഗ്ഗാണ്. അതിൽ തന്നെ റീറ്റെയിൽ ബിസിനസ്, ഫർണിച്ചർ റീറ്റെയിൽ ബിസിനസ് ഉണ്ട്. എന്തൊക്കെ റീറ്റെയിൽ ബിസിനസ്? Retail industry is very big in size and there are many types of format. There is type of retail stores. For example, food retail store. അതായത് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്ന റീറ്റെയിൽ സെക്ഷൻ, അതായത് റീറ്റെയിൽ ടെർമിനോളജി എന്ന് പറയുന്ന സെക്ഷനിൽ കുറേ അധികം ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഫുഡ് സ്റ്റോഴ്സും ഫർണിച്ചർ ആൻഡ് റീറ്റെയിൽ സ്റ്റോഴ്സും. ഓക്കെ, ഇതിൽ തന്നെ QSR, lifestyle store and apparel store, etc. When a new retail staff inducted and he goes through rigorous shop floor training and will be difficult staff to communicate with other retail staff without the common retail terminologies. അതായത് ഒരു സ്റ്റാഫ് വേറൊരു സ്റ്റാഫിനോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ടെർമിനോളജി കോഡ്സ് വന്നിട്ട് പറയാം. ഓക്കെ, മിസ് ഒന്നുകൂടി വായിച്ചാൽ, വെൻ എ ന്യൂ റീറ്റെയിൽ സ്റ്റാഫ് ഇൻഡക്റ്റഡ്, അതായത് പുതിയൊരു റീറ്റെയിൽ സ്റ്റാഫ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ he goes through the shop floor training, it will be difficult for staff to communicate with other retail staff without the common retail terminology. The message passed on may be not correctly understood. That's why retail terms have been framed and put the use of communication and faster actions. അതായത് ടേംസ് ആണ്, ഇതെല്ലാം എന്താണ്? ടേംസ് ആണ്, TERMS, ടേംസ് ആണ്. ഒരു റീറ്റെയിൽ സ്റ്റാഫ് മറ്റൊരു റീറ്റെയിൽ സ്റ്റാഫിനോട് ഫാസ്റ്റർ, പെട്ടെന്ന് കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ആവാനും കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഈ മിസ് ഇവിടെ ബോർഡിൽ എഴുതിയ സംഭവങ്ങളെല്ലാം. ഓക്കെ, ദ മെസ്സേജ് പാസ്ഡ് ഓൺ മേ ബി നോട്ട് കറക്റ്റ്ലി അണ്ടർസ്റ്റുഡ്, അഥവാ മേ ബി ചിലപ്പോൾ എന്താവാം, ദ മെസ്സേജ് വിൽ ബി നോട്ട് പാസ്ഡ് കറക്റ്റ്ലി ടു അണ്ടർസ്റ്റുഡ്. മെസ്സേജ് അണ്ടർസ്റ്റുഡ് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇൻകറക്റ്റ്ലി നോട്ട് കറക്റ്റ്ലി, അതായത് മനസ്സിലാക്കാനും മനസ്സിലാക്കാതെ, അതായത് മനസ്സിലാവാത്ത ഒരു മെസ്സേജിൽ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവോയ്ഡ് ചെയ്യുക, അതില്ലാതെയാക്കി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെയാക്കി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ടേംസിനെയാണ് റീറ്റെയിൽ ഫോർമാറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഓരോ ഫോർമാറ്റുകളും ഓരോ ടേംസും ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീറ്റെയിൽ ടെർമിനോളജി. ഇറ്റ്സ് എ ടേം ഓഫ് അവർ community, means retail business. Okay, and this message passed on may be not correctly understood. That's where retail terms have been framed or put use a case of communication and faster in these reactions and actions. In this unit you will be learn various retail terms related to different functions of department of retailing. അതായത് റീറ്റെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ് ABV, ബാർകോഡ്, B2B, B2C, GAD, ഗാർഡ് ഷീറ്റ്, GKM, ഹൈപ്പർ ബിൻസ്, MRP, MMS. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒരു 10-15 നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അതിൻ്റെ
എന്തിനാണ് ഉപയോഗിക്കുന്നത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് GGP, ഇമ്പോർട്ടൻസ് ഓഫ് B2B, ഇമ്പോർട്ടൻസ് ഓഫ് B2C, ഇമ്പോർട്ടൻസ് ഓഫ് GAD, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ MRP, ഇമ്പോർട്ടൻസ് ഓഫ് MRP ഇതിൽ അറിയുന്നത് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ അറിയുന്ന ഒരു വേർഡ് MRP മാത്രം അല്ലേ. നിങ്ങൾക്കറിയാം എന്താണ് MRP? വില, നമ്മുടെ സ്റ്റോക്ക് വിലയിൽ നമ്മളെ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു സ്റ്റിക്കറിൽ ഒട്ടിച്ച് വെച്ച സംഭവമാണ് MRP, വില നിശ്ചയിക്കുന്ന ചെറിയൊരു സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് മാത്രമേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. ബാക്കിയൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ദ ടേംസ് ദാറ്റ് യൂസ് ഇൻ റീറ്റെയിൽ ടെർമിനോളജി, ഓക്കെ, ഓർ റീറ്റെയിൽ ബിസിനസ്. ഫങ്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീറ്റെയിലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർ ഉപയോഗിക്കുന്ന കോഡ് ഭാഷ, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചത്, ഓക്കെ, ബോർഡിൽ എഴുതിയത്. ദെൻ റീറ്റെയിൽ ടേംസ്, എന്തൊക്കെയാണ് റീറ്റെയിൽ ടേംസ് എന്ന് നോക്കാം. ഓപ്പറേഷൻ ടേംസ് ABV എന്താണ്? ആവറേജ് ബിൽ വാല്യൂ. ഫസ്റ്റ് ABV. ഇത് മിസ് ജസ്റ്റ് ഇത് മാത്രം മിസ് ഒന്ന് എഴുതിത്തരാം, ബാക്കിയൊക്കെ മിസ് എന്ത് ചെയ്യും, വായിച്ചു പോട്ടോ. ആവറേജ്, B for average, A for average, B for bill. ഇതിൽ V for എന്താ വരിക? വാല്യൂ, ഓക്കെ. ആവറേജ് ബിൽ വാല്യൂ ഇതാണ് എന്ത്? MRP അല്ല, എന്ത്? ABV. ഓരോന്നിനും ഓരോ ടേംസ് ആണ്, ഓരോ കോഡാണ്. അതായത് ഒരു റീറ്റെയിൽ സ്റ്റാഫ് മറ്റൊരു റീറ്റെയിൽ സ്റ്റാഫിനോട് ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഉള്ള കോഡ് ഭാഷ, അതിനൊരു ഫോർമാറ്റുകളാണ്. അതിനെയാണ് എന്തെന്ന് പറയുക? റീറ്റെയിൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടേംസ്. ഇത് ടേംസ് ആണ്, മറന്നു പോയത് ടേംസ് ആണ്. ആര് തമ്മിലുള്ള ടേംസ്? ഇത് റീറ്റെയിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ളൊരു ടേംസ് ആണ്. ഡിപ്പാർട്ട്മെന്റിൽ ന്യൂ സ്റ്റാഫ് വന്നാലും അല്ലാതെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ഭാഷയാണ് ഈ ഒരു സംഭവം. ഇതിനെ റീറ്റെയിൽ ടെർമിനോളജി എന്നും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇത് ആവറേജ് ബിൽ വാല്യൂ ഈസ് ദ ആവറേജ് ഓഫ് ടോട്ടൽ സെയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇസ് കോൾഡ് ക്യാഷ് മെമ്മോ. ഓക്കെ, മിസ് ഒന്നും കൂടി വായിച്ചാൽ എന്താണ് ABV? ദാറ്റ്സ് ആവറേജ് ബിൽ വാല്യൂ. ആവറേജ് ബിൽ വാല്യൂനെയാണ് ABV എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ആവറേജ് ബിൽ വാല്യൂ ഈസ് ദ ആവറേജ് ഓഫ് ടോട്ടൽ സെയിൽ, അതായത് ടോട്ടൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിൻ്റെ ആവറേജ് ആയിട്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി. അതെന്തുകൊണ്ട്? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ആവറേജിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബിൽസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ക്യാഷ് മെമ്മോ സൈസ്. അതിന് എന്തെന്നും പറയുന്നു? ക്യാഷ് മെമ്മോ സൈസ് എന്നും പറയുന്നു. അതായത് ആവറേജിനെ ടോട്ടൽ ബില്ലിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ എന്തിൻ്റെ ആവറേജിനെയാണ്? ആവറേജ് ബിൽ ഓഫ് വാല്യൂസ് ആവറേജ് ഓഫ് ടോട്ടൽ സെയിൽ. ടോട്ടൽ സെയിലിൻ്റെ ആവറേജിനെ എങ്ങനെ? ടോട്ടൽ ബില്ലിൻ്റെ ആവറേജ് കൊണ്ട് ബില്ലിനെ ടോട്ടൽ നമ്പർ ഓഫ് ബിൽസ് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ബിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആവറേജ് ഓഫ് ടോട്ടൽ സെയിൽ. ആവറേജ് ഓഫ് ടോട്ടൽ സെയിലിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബിൽസിനെ കൊണ്ട്. ഓക്കെ, അത് രണ്ടും ഡിവൈഡാണ്. ആ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ആവറേജ് ബിൽ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാർകോഡ്. വാട്ട് ഈസ് ബാർകോഡ്? ഇറ്റ് ഇൻഫർമേഷൻ എൻകോഡഡ് ഇൻ ടു പാറ്റേൺ ഓഫ് വെരി പാരലൽ ബാർസ് ആൻഡ് സ്പേസസ് ദാറ്റ് ആർ ഇന്ററപ്റ്റഡ് ബൈ സ്കാനർ. നമ്മൾ സ്കാനറിൽ ബാർകോഡ് നമുക്കറിയാം, മൊബൈലിൽ നമ്മളെ സ്കാനർ ഉണ്ടാവും. ഇൻഫർമേഷൻ encoded into pattern of verifying parallel bars and spaces are not interrupted by scanner. സ്കാനറിൽ കുറേ നിങ്ങൾ കാണാം ഒരു ചെറിയൊരു സംഭവം അല്ലെ, ഒരു ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ചെറിയ പാരലൽസ് ആയിട്ട് വരകൾ ഉണ്ടാവും അല്ലേ. പിന്നെന്തുണ്ടാവും? ഇൻഫർമേഷൻ പാറ്റേൺ ഓഫ് വെരിഫൈങ് പാരലൽ ബാർസ്. അതൊരു ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ചില സ്ഥലത്ത് ബ്ലാക്കും ചില സ്ഥലത്ത് ഇങ്ങനെ ബ്ലാക്ക് കട്ടിയിൽ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടാവും അല്ലേ. പാരലൽ കോഡ് എന്ന് അതിന് പറയാം. ഓക്കെ, അങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കോഡ് നിറയെ ഉള്ളതാണ് എന്തെന്ന് പറയാ നമ്മൾ. ഇതിനെയാണ് എന്ത്? സ്കാനർ. അതിനെയാണ് ബാർകോഡ്. B2B ബിസിനസ് ടു ബിസിനസ് ആണ്. B2B നമ്മൾ എപ്പോൾ പഠിച്ചിട്ടുണ്ട്? ഈ ഒരു BComന്റെ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സെല്ലിങ്ങിൽ ഒരു കസ്റ്റമർ ആരോട്? ഒരു കസ്റ്റമർ അതിൻ്റെ പിന്നെന്താ പറയുക, കസ്റ്റമറും ബിസിനസ് ഡീൽ ചെയ്യുന്ന സെയിൽസ്മാൻ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിന് കസ്റ്റമറുടെ സിയും
സെയിൽസ്മാൻ, ബിസിനസ് സെയിൽസ്മാൻ, ബിസിനസ് ഡീലിംഗ് ചെയ്യുന്ന ആൾ ബിയും അല്ലെ. B2C, B2B പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു ബിസിനസ്. B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ അല്ലേ. CC പറഞ്ഞാൽ കസ്റ്റമർ ടു കസ്റ്റമർ. B2B പറഞ്ഞാൽ ബിസിനസ് ഡീലേഴ്സ് ടു ബിസിനസ് ഡീലേഴ്സ്. അവർ തമ്മിൽ രണ്ട് ബിസിനസ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അത് മറന്നുപോയത്. B2B, B2C, C2C അങ്ങനെ മാറി മാറി വരും. ബിസിനസ്സും കസ്റ്റമറും അത് മാറരുത്. ഓക്കെ, അതിനാണ് B2B എന്ന് പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് ഇസ് എ ബിസിനസ് മോഡൽ ടു വിച്ച് വൺ ബിസിനസ് sell their products or services directly to another business is not be final customer. ഓക്കെ, ബിസിനസ് ടു ബിസിനസ്, അത് ഒരു ബിസിനസ്സിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് എങ്ങനെ? ഇസ് എ ബിസിനസ് മോഡൽ ടു വിച്ച് ബിസിനസ് സെൽ their products to service directly to another business. അവർ ബിസിനസ് ചിലപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വിൽക്കും, ചിലപ്പോൾ അവരെന്ത് ചെയ്യും? നടന്ന് വിൽക്കും. അതായത് മൊബൈലായിട്ട് എന്നിങ്ങനെ പോകുന്ന പറയുന്നത് സർവീസ് ഡയറക്റ്റ് ടു അനദർ ബിസിനസ്. ഡയറക്റ്റ് ആ ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വേറെ ബിസിനസ് ഒക്കെ തുടങ്ങും. അങ്ങനെ ബിസിനസ് ടു ബിസിനസ് ആയിട്ട് അവർ ഒരു ബിസിനസ് നല്ല സക്സസ് ആവും, ആൻഡ് നെക്സ്റ്റ് വേറെ ബിസിനസ് തുടങ്ങും, അതിൽ നല്ലൊരു പ്രോഫിറ്റ് വരുമ്പോൾ നെക്സ്റ്റ് വേറെ ബിസിനസ് തുടങ്ങും. ദാറ്റ് ഈസ് BB, ബിസിനസ് ടു B2B, ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, then B2C, business to customer is a business model in which the company directly sold their product service to the end customers. So business to B2C നമുക്കറിയാം. B2C കസ്റ്റമർ ആണ്, CUSTOMER കസ്റ്റമർ. ബിസിനസ് BU അത് ബിസിനസ്സും കസ്റ്റമറും, ബിസിനസ്സും. B2C means business to customer. Then GAD, then guard sheet, GKM, hyper Vincent KVI, MRP, MMS and ഓരോന്നിനും ഓരോ കോഡ് ഉണ്ട്. B2B മിസ്സിന് വായിക്കണം, ഒന്നും കൂടി വായിക്കാം. ബിസിനസ് ടു കസ്റ്റമർ ഇസ് എ ബിസിനസ് മോഡൽ ഇൻ വിച്ച് കമ്പനി ഡയറക്ട്ലി സോൾഡ് ദെയർ പ്രോഡക്റ്റ് ടു സർവീസ് ടു എൻഡ് ഓഫ് യൂസ് കസ്റ്റമർ. B2B പറഞ്ഞാൽ ബിസിനസ് B2B ഉണ്ട്. B2Bയും B2Cയും ആണ് മിസ് ഒരുമിച്ചാണ് പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് ഇസ് എ ബിസിനസ് മോഡൽ ടു വിച്ച് ബിസിനസ് സെൽ ദെയർ പ്രൊഡക്ട്സ് സർവീസ് ഡയറക്ട്ലി അനദർ ടു ബിസിനസ്. ഒരു ബിസിനസ് വേറൊരു ബിസിനസ്, ഒരു ബിസിനസ്സിൽ നിന്ന് വേറൊരു ബിസിനസ് പോകുന്നതിനെ B2B എന്നും, ബിസിനസ് ടു കസ്റ്റമർ ഇസ് എ ബിസിനസ് മോഡൽ ഇൻ വിച്ച് കമ്പനി ഡയറക്ട്ലി സോൾഡ് ദെയർ പ്രൊഡക്ട്സ് സർവീസ് എൻഡ് ഓഫ് യൂസർ ഓഫ് കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ബിസിനസ്സിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് പോകുന്ന ബിസിനസ്സാണ് B2C എന്ന് പറയുന്ന കോഡ്. Then BAY, a set of shelf is called bay. Okay, a set of shelf, അതായത് ബേ മീൻസ് ഇതിൽ എഴുതിയിട്ടില്ല. BAY, ഇത് സെറ്റ് ഓഫ് ഷെൽഫിനെയാണ് നമ്മൾ BAY എന്ന് പറയുന്നത്. ഓക്കെ,